ഗുഡ് ഈവനിങ് ആൾ. നമ്മൾ എടുത്തു വന്നത് എവിടം വരെ ആയിരുന്നു? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ആയിരുന്നു പറഞ്ഞു നിർത്തിയല്ലേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. വാട്ട് ഈസ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ കാര്യം പറയട്ടെ. യൂണിറ്റ് വെക്ടർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് എ യൂണിറ്റ് വെക്ടർ, വാട്ട് ഈസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്, why unit vector is needed in our vector addition method for vectors. എന്താണ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ആവശ്യകത എന്നാണ് പറയാൻ പോകുന്നത്. യൂണിറ്റ് വെക്ടേഴ്സ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു ലെറ്റർ ഉണ്ടാകും, അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, ഒരു ക്യാപ് ഇട്ടാൽ യൂണിറ്റ് വെക്ടർ ആയി. അപ്പോൾ ബി വെക്ടർ ആണ്, ബിന്റെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ബിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. ബിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്യാപ് ഇട്ടാൽ യൂണിറ്റ് വെക്ടർ ആയി. ബി വെക്ടർ ഇങ്ങനെയെങ്കിൽ ബിയുടെ പോകുന്ന യൂണിറ്റ് വെക്ടർ എന്താണ്, ഇങ്ങനെയാണ്. ഒരു വെക്ടറും ഉണ്ട്, അതിന് യൂണിറ്റ് വെക്ടർ ഉണ്ട്. ഇപ്പൊ എ എന്നുള്ള വെക്ടർ ഇതാണെങ്കിൽ എ വെക്ടർ എങ്കിൽ ഇതിലൂടെ തന്നെ സെയിം ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ തന്നെ പോകുന്നുണ്ട്, യൂണിറ്റ് വെക്ടർ ഉണ്ട്. അപ്പോൾ എന്താണ് യൂണിറ്റ് വെക്ടർ? ഒരു എ ആൾറെഡി അവിടെ കിടക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവിടെ യൂണിറ്റ് വെക്ടറിന്റെ ആവശ്യകത? നമ്മൾ വരുന്ന വഴി പഠിക്കും. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ ക്യാപ് ആണല്ലോ യൂണിറ്റ് വെക്ടർ. അപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ മോഡുലസ് എങ്ങനെ എഴുതാം? മോഡുലസ് എ, അതായത് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ല കേട്ടോ, ഇത് എ ആണ്, ഇത് യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1, എന്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും 1 ആവില്ല, അത് എത്രയോ ആവാം. ഓക്കെ, യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് 1 യൂണിറ്റിലാണ് എപ്പോഴും 1 സെന്റിമീറ്റർ ആവാം, 1 മീറ്റർ ആവാം, 1 കിലോമീറ്റർ ആവാം, അങ്ങനെ 1 യൂണിറ്റിലാണ് എന്ത് യൂണിറ്റ് വെക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോ ഒരു വെക്ടർ എന്ന് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ, എ എന്നൊരു വെക്ടർ ഉണ്ടല്ലേ, അപ്പൊ അതിലൂടെ ഒരു യൂണിറ്റ് വെക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് എനെ അതിന്റെ മോഡുലസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടർ എ ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എനെ ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ത്? യൂണിറ്റ് വെക്ടർ എ. ഏതിന്റെ ഡയറക്ഷനിലായിരിക്കും? വെക്ടർ എന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വെക്ടർ എക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാമല്ലോ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്ടർ എ അല്ല, എല്ലാ വെക്ടറും എന്താണ്? യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു this is the modulus of the vector. Okay, modulus of the vector into a cap എന്ന് കിട്ടുമല്ലോ. ഈ മോഡുലസിനെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? വെക്ടർ എ ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എ. ഇതാണ്. അപ്പൊ ഏത് വെക്ടറിനും ഇങ്ങനെ തന്നെയാണ്. ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഏതൊരു വെക്ടറിനെ എങ്ങനെ ചെയ്യാം? ഇങ്ങനെ എഴുതാൻ പറ്റും. ബി എന്നുള്ളൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാൻ പറ്റും? ബി എന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ബി ഇൻറ്റു യൂണിറ്റ് ക്യാപ്. ബി ക്യാപ് ആവാം, അല്ലെങ്കിൽ എൻ ക്യാപ്, അങ്ങനെ ഇടാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ യൂണിറ്റ് വെക്ടർ ഇൻറ്റു ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആണെങ്കിൽ അതാണ് എന്ത്? റിയൽ വെക്ടർ. റിയൽ വെക്ടർ ഇട്ടാണെങ്കിൽ ആദ്യം ഈ റിയൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്ത് ചെയ്യണം? യൂണിറ്റ് വെക്ടർ ചെയ്യണം, എന്നാൽ എന്തേ ഉള്ളൂ? റിയൽ വെക്ടർ കിട്ടുള്ളൂ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് XYZ പ്ലെയിനിലേക്കാണ്. ഒരിക്കലും XY പ്ലെയിൻ പറയാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഈസ്
ഒരു വെക്റ്റർ കിട്ടുമെങ്കിൽ ഒരു വെക്റ്റർ എനെ എങ്ങനെ എഴുതാം? വെക്റ്റർ എ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? മോഡുലസ് എ ഇൻറ്റു യൂണിറ്റ് ക്യാപ്, യൂണിറ്റ് വെക്റ്റർ, മോഡുലസ് എ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എലോങ് എ അല്ലെ? ഏതൊരു വെക്ടറിന് എന്തുണ്ട്? അതിലൂടെ ഒരു യൂണിറ്റ് വെക്റ്റർ ഉണ്ട്. അപ്പോൾ മോഡുലസ് വെക്റ്റർ, മോഡുലസ് ഓഫ് ദ വെക്റ്റർ ഇൻറ്റു യൂണിറ്റ് നോർമൽ, സോറി യൂണിറ്റ് വെക്റ്റർ എലോങ് എ ആണ് എന്ത്? വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഏതൊരു വെക്ടറിനെ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ട്? എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. സോ യൂണിറ്റ് വെക്റ്റർ എലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഐ ക്യാപ് ആണ്. യൂണിറ്റ് വെക്റ്റർ എലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഐ ക്യാപ് ആണ്. ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് 1 ആയ ഒരു വെക്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എലോങ് എക്സ് ആക്സിസ്, എക്സ് ആക്സിലൂടെ പോകുന്ന ഒരു യൂണിറ്റ് വെക്റ്റർ ആണ് എന്ത്? ഐ ക്യാപ്. ഐ ക്യാപിന്റെ മാഗ്നിറ്റ്യൂഡ്, എല്ലാ യൂണിറ്റ് വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് ഈസ് മോഡുലസ് ഐ ഈക്വൽ ടു 1. ഓക്കെ, വി ഹാവ് വൈ ആക്സിസ്. ഇവിടെ നമ്മുടെ യൂണിറ്റ് വെക്റ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ക്യാപ്സ് ആണ്, സോറി യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. അപ്പൊ അതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടാവും അതിന്. അപ്പോ വൈയിലൂടെയുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് ജെയുടെ മോഡുലസ് എന്താണ്? 1 ആയിരിക്കും. ഇനി സെറ്റിലൂടെ ഉണ്ട് കെന്റെ മോഡുലസ് എന്താ? 1. കെ ഇപ്പൊ പഠിക്കണ്ട, നമ്മൾ പഠിക്കും. ഓക്കെ, 2 ഡയമെൻഷൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ജെ എന്നുള്ള യൂണിറ്റ് വെക്റ്റർ വൈ ആക്സിലൂടെ ഉണ്ട്, ഐ എന്നുള്ള യൂണിറ്റ് വെക്റ്റർ എക്സ് ആക്സിലൂടെ ഉണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത്, എന്റെ ഒരു വസ്തു 5 മീറ്റർ സഞ്ചരിച്ചു, അല്ലെങ്കിൽ 5 യൂണിറ്റ് സഞ്ചരിച്ചു. 5 യൂണിറ്റ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവല്ലോ. ഈ പോയിന്റിൽ എന്റെ ഒരു വസ്തു കിടക്കുന്നുണ്ട്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? വെക്ടറിന്റെ രീതിയിൽ എഴുതണം, യൂണിറ്റ് വെക്ടറിന്റെ രീതിയിൽ എഴുതണം. അതായത് 5 പോയിന്റ് മാറിയതിന്റെ, അതായത് 5 യൂണിറ്റ്, 5 സെന്റിമീറ്റർ ആവാം, 5 മീറ്റർ ആവാം, ഇതിൽ 5 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എങ്ങനെ അതിനെ വെക്ടർ നൊട്ടേഷനിൽ, യൂണിറ്റ് വെക്ടർ നൊട്ടേഷനിൽ എഴുതാൻ പറ്റും? അപ്പൊ ഞാൻ ആൾറെഡി പറഞ്ഞു, ഒരു വെക്ടർ ഉണ്ടാവുന്ന എങ്ങനെയാണ്? മോഡുലസ് ഇൻറ്റു അത് യൂണിറ്റ് വെക്ടർ ആണ് ഒരു വെക്ടർ ആവുന്നത്. അപ്പോൾ എന്റെ മോഡുലസ് ഇവിടെ എത്രയാണ്? 5 മീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ആയിരിക്കും എന്റെ മോഡുലസ്. എന്റെ മോഡുലസ് എന്ന് പറഞ്ഞായിരിക്കും 5 ആയിരിക്കും, 5 യൂണിറ്റ്. അപ്പോൾ 5 യൂണിറ്റ് ഞാൻ എഴുതി, 5 യൂണിറ്റ് ഇൻറ്റു ദിസ് യൂണിറ്റ് നോർമൽ, ദിസ് ഈസ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യും? വെക്ടർ കിട്ടുമല്ലോ. അപ്പോൾ ഇതിലൂടെയുള്ള യൂണിറ്റ് വെക്ടർ എന്തായിരുന്നു? ഐ ക്യാപ് ആയിരുന്നില്ലേ? അപ്പോൾ ഐ ക്യാപ്, അപ്പൊ 5 ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ആയില്ലേ? കാരണം എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ, അതെന്താണ്? വെക്ടർ ആണ്. ഇത് എക്സ് ആക്സിലൂടെ പോകുന്ന ഒരു വെക്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ? 5 ഐ എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു വെക്ടർ ആയില്ലേ? അപ്പോൾ എന്റെ 5 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്ത് ഞാൻ അതിനെ വെക്ടർ ആക്കി എഴുതിയപ്പോൾ എനിക്ക് എന്ത് 5 ഐ ക്യാപ് കിട്ടി. 5 ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്തുത ഇവിടെ ഉണ്ട്, ഇവിടെ ഉള്ള ഒരു ഇത്രയും ദൂരത്തിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതിനെ വെക്ടർ ആക്കി എഴുതിയതാണ് എന്ത്? 5 ഐ ക്യാപ്. മനസ്സിലായോ? എങ്കിൽ എന്റെ വസ്തു വൈ ആക്സിസിൽ നിന്നും 10 മീറ്റർ അകലെയാണ്, 10 യൂണിറ്റ് അകലെയാണെങ്കിൽ 10 യൂണിറ്റ് അതിനെ എനിക്ക് എങ്ങനെ വെക്ടർ നൊട്ടേഷനിൽ എഴുതാൻ പറ്റും? because j cap is the unit vector along y axis. അപ്പോൾ according to equation modulus a into a cap ആണല്ലോ. modulus എന്താണ്? modulus എന്ന അതിന്റെ എത്രയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ എത്രയാണ് അളവ്, അതാണ് ഉദ്ദേശിക്കുന്നത് മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതറിയാലോ, മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? മോഡുലസ് എന്ന് പറഞ്ഞാൽ. മോഡുലസ് എ എന്താണ്? 10 ആണ്, 10 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എ ക്യാപ് യൂണിറ്റ് നോർമൽ, യൂണിറ്റ് വെക്ടർ എലോങ് വൈ ആക്സിസ് എന്തായിരുന്നു? ജെ. അപ്പോൾ എനിക്ക് ഈ വസ്തുവിന്റെ വൈ ആക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാൻ പറ്റും? 10j ആക്കി എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് എ വെക്ടർ എലോങ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഈസ് എ വെക്ടർ എലോങ് എക്സ് ആക്സിസ്. രണ്ടും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് ആണല്ലേ? ഓക്കെ, എങ്കിൽ എന്റെ വസ്തു എക്സ് ആക്സിസ് ഇവിടെയുണ്ട്, വൈ ആക്സിസ് ഇവിടെയുമുണ്ട്. നൗ മൈ വസ്തു ഈസ് ഇൻ 510. ഇത് 10 ആണ് വിചാരിക്കാം കേട്ടോ. ഇത് ഇത്രയും 10 ആണെങ്കിൽ ഇത് ഇത്രയും 5ഉമാണ്. ദിസ് 5. അപ്പൊ എന്റെ വസ്തു എവിടെ നിൽക്കുന്നത്? 510 എന്നുള്ള പൊസിഷനാണ് നിൽക്കുന്നത്. 510. അപ്പോൾ ഈ പോയിന്റ് ഞാൻ എങ്ങനെ
എന്റെ വെക്ടർ ആക്കി എഴുതും എന്ന് അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഈ പോയിന്റ് ആണ് എന്റെ 5, 10 അല്ലെ, ഫസ്റ്റ് നിൽക്കുന്ന പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ എങ്ങനെ വെക്ടർ നൊട്ടേഷനിൽ എഴുതും? സിമ്പിൾ അല്ലേ? 5i പ്ലസ് 10j. 5i മീൻസ് എന്താണ്? വെക്ടർ അലോങ് എക്സ് ആക്സിസ്. അതായത് 5 യൂണിറ്റ് എക്സ് ആക്സിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, 10 യൂണിറ്റ് വൈ ആക്സിസിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്റെ വെക്ടർ എന്താണ്? 5i പ്ലസ് 10j. ദിസ് ഈസ് മൈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇപ്പോൾ 2 ഡയമെൻഷൻ പ്ലെയിനിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിയാൽ എന്താണ്? ഈ പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്റെ വസ്തു കൂടിയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് വെക്ടർ നൊട്ടേഷനിൽ, യൂണിറ്റ് വെക്ടർ നൊട്ടേഷനിൽ എഴുതാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇപ്പൊ എന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ r എന്ന് സൂചിപ്പിക്കാം, വേണമെങ്കിൽ ഇതിനെ r വെക്ടർ എന്ന് സൂചിപ്പിക്കാം, കാരണം ഇത് വെക്ടർ അല്ലേ. അപ്പൊ ഞാൻ വെറുതെ ഒരു r എന്നുള്ള വെക്ടറിനെ സൂചിപ്പിച്ചു. r എന്ന് പറഞ്ഞാൽ ആ 5i പ്ലസ് 10j ആയില്ലേ? അപ്പോൾ എനിക്കൊരു വെക്ടർ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതെന്താണ്? 5i പ്ലസ് 10j. വെക്ടറിന് ഞാൻ r വെക്ടർ r എന്ന് പേര് കൊടുത്തു. അപ്പോൾ വെക്ടർ എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെയായിരിക്കും വെക്ടർ. ഞാൻ പറഞ്ഞല്ലോ വെക്ടർ എപ്പോഴും എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു ആരോ ആണ്ടേ, ആരോ ഇങ്ങനെ. അപ്പോൾ ദിസ് ഈസ് മൈ r വെക്ടർ ഫ്രം ഒറിജിൻ. ഈ വെക്ടർ അപ്പോൾ പോയിന്റും ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? പൊസിഷൻ വെക്ടർ അല്ലേ? അപ്പൊ പൊസിഷൻ വെക്ടർ r എന്ന് എനിക്ക് കിട്ടി. ഈ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ വെക്ടർ നിൽക്കുന്നത്. അത് ഞാൻ എങ്ങനെ എഴുതി? 5i പ്ലസ് 10j എന്ന് എഴുതി. ഓക്കെ ആണ് എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ പൊസിഷൻ വെക്ടർ ഞാൻ എന്ത് ചെയ്തു? യൂണിറ്റ് വെക്ടറിന്റെ രീതിയിൽ എഴുതി. അപ്പൊ നമുക്കിനി വെക്ടേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാലോ. യൂണിറ്റ് വെക്ടർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടിയാൽ മതി അല്ലേ? പിന്നെ എന്ത് ചെയ്യാ? അതിലൂടെ പോകുന്ന യൂണിറ്റ് വെക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തായി? അതൊരു വെക്ടറായി മാറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ശരി. അപ്പൊ എന്റെ വെക്ടർ എന്തായിരുന്നു? 5i പ്ലസ് 10j ആയിരുന്നില്ലേ? മൈ വെക്ടർ r വെക്ടർ. i പ്ലസ് 10j ആയിരുന്നു അല്ലേ? ദിസ് ഈസ് മൈ വെക്ടർ അല്ലേ? ഇങ്ങനെ എത്രയൊക്കെ വെക്ടർ ഉണ്ടാക്കിയെടുക്കാം അല്ലേ? കുറെ വെക്ടേഴ്സ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ 5i പ്ലസ് 10j ആണ് എന്റെ വെക്ടർ. അപ്പോൾ ഈ 5നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? എക്സ് കമ്പോണന്റ് എന്നാണ് പറയാ. rx എന്നും വേണമെങ്കിൽ പറയാം. rx r സഫിക്സ് x. ഇതാണ് എന്റെ എക്സ് കമ്പോണന്റ്. എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എക്സിലൂടെയുള്ള വെക്ടറിന്റെ കമ്പോണന്റ്. അതാണ് എന്റെ എക്സ് കമ്പോണന്റ്. അപ്പൊ എക്സിലൂടെ എനിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 5 ആയതുകൊണ്ട് 5 rx എക്സ് കമ്പോണന്റ് ഇൻ r വെക്ടർ. അതുപോലെ ഇതെന്തായിരിക്കും? അപ്പോ എന്തായിരിക്കും? അതന്നെ ry. ദിസ് ഈസ് മൈ y കമ്പോണന്റ്. ഈ y എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലുതാക്കി ചെറുതാക്കി ഇവിടെ സഫിക്സ് ആയി എഴുതുക. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ry. അപ്പൊ rx ry ചേർന്നാണ് എന്ത്? r വെക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? കിട്ടിയില്ലേ? ഇതാണ് എന്ത്? യൂണിറ്റ് വെക്ടറിന്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 10i പ്ലസ് 2j എന്നൊരു വെക്ടർ എനിക്കുണ്ട്. എന്താണ് സംഭവം? 10i പ്ലസ് 2j എന്നൊരു വെക്ടർ എനിക്കുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈസി ആണല്ലേ? 10i എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ഇങ്ങോട്ട്, 2j എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് അങ്ങോട്ട്. അപ്പോ എന്റെ പോയിന്റ് കിട്ടുന്നതാണ് എന്ത്? 10i പ്ലസ് 2j. അപ്പൊ വെക്ടർ ആക്കി എഴുതണമെങ്കിൽ ഇതായിരിക്കും എന്റെ പൊസിഷൻ വെക്ടർ അല്ലേ? അപ്പൊ ദിസ് ഈസ് ദ 10i പ്ലസ് 2j വെക്ടർ. ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്താണ്? 10 ആണ്. y കമ്പോണന്റ് എന്താണ്? 2 ആണ്.